ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം പാരന്റ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 8-ൽ നിന്നും 9-ലേക്കാണ് നെക്സ്റ്റ് ഇയറിൽ തന്റെ മകൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൾ പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് JEE എക്സാം ഒക്കെ എഴുതി +2 കഴിഞ്ഞ് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള IIT-കളിലൊക്കെ പോയി പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻ കുറച്ച് പ്രശ്നമാണ്. അവർക്ക് ഫാദർ ഇല്ല. ഈ ഒരു മദർ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്തിട്ട് ഉള്ള വരുമാനത്തിൽ നിന്നാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മറ്റാരുടെയോ കയ്യിൽ നിന്നും വാങ്ങിയ ഒരു നമ്പറിൽ നിന്നാണ് താങ്കളെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ഒരു മകന്റെ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ സറൗണ്ടിങ്സിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. നല്ല പഠിക്കാൻ മിടുക്കരായിട്ടുള്ള, എന്നാൽ എക്കണോമിക്കലി അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത, നമ്മൾ നല്ലൊരു ഡയറക്ഷൻ കൊടുത്താൽ ഏറ്റവും നല്ല കലാലയങ്ങളിൽ പോയി ഒരു പക്ഷേ ആ കുടുംബവും ആ നാട്ടുകാരും തന്നെ രക്ഷപ്പെടാവുന്ന രൂപത്തിലേക്കൊക്കെ മിടുക്കരായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. ആ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള +2 കഴിഞ്ഞാലുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ, അതുമല്ലെങ്കിൽ അവർ ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ UP ലെവലിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ് പോലെയുള്ള ഒരുപാട് എക്സാമുകൾ എഴുതി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് നേരത്തെ പ്രിപ്പയർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് EXAMY ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു കോഴ്സിൽ അതിൻ്റെ റിസൾട്ടുകൾ തന്നെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് NIT-കളും IIT-കളും അതേപോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ സ്വപ്നം കാണാൻ മാത്രമല്ല അതിലേക്ക് എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ റിസൾട്ടുകൾക്കുള്ള നല്ല ഉദാഹരണങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള 5-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ ഒരു XCT എക്സാം എഴുതിപ്പിക്കുക. ഈ 2-നാണ് എക്സാം. ഓൺലൈനായിട്ട് ഇന്ത്യയിലെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. കംപ്ലീറ്റ്ലി ഫ്രീ കോസ്റ്റ് ആയിട്ടാണ് ഈ ഒരു എക്സാം ഉള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെയൊക്കെ അറിയാം, സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രേഡ് സിസ്റ്റം ആണുള്ളത്. 90% മാർക്ക് കിട്ടിയാലും 95 കിട്ടിയാലും 100% മാർക്ക് കിട്ടിയാലും ഒക്കെ ഗ്രേഡ് A+ കിട്ടുള്ളൂ അല്ലേ? എല്ലാവർക്കും തുല്യമായിരിക്കും. പക്ഷേ ഒരു കോമ്പറ്റീഷൻ എക്സാം ആകുമ്പോൾ അങ്ങനെയല്ല, റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ കുട്ടി കേരളത്തിലെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഏറ്റുമുട്ടിയാൽ, കോമ്പീറ്റ് ചെയ്താൽ അവർ എത്രാമത്തെ റാങ്ക് ആയിരിക്കും വരിക എന്നുള്ള ഒരു റിയലൈസേഷൻ കൂടി തീർച്ചയായിട്ടും XCT എക്സാമിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. സയൻസും മാത്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു എക്സാം എഴുതി, അതിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ് മെയ് 2-ാം തീയതി, 1 hour എക്സാം ആണ്. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി റൗണ്ട് 2 എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയ് 6-നാണ് ആ എക്സാം വരുന്നത്. അതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിന് 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് തന്നെ വേണമെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്യാൻ കഴിയും. റാങ്കുകൾക്കനുസരിച്ച് അവർക്കുള്ള സ്കോളർഷിപ്പുകൾ മറ്റുള്ള കുട്ടികൾക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ടോട്ടൽ 50 lakhിൻ്റെ ഒരു സ്കോളർഷിപ്പ് എക്സാം ആയിട്ടാണ് XCT ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഈ ഒരു എക്സാം എഴുതിപ്പിക്കുക. അവരുടെ ഒരു പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകൾ, അതോടൊപ്പം അവരുടെ ചില സ്വപ്നങ്ങൾ പൂവണിക്കുവാനുള്ള, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കലാലയങ്ങളിലേക്ക് അവരുടെ കരിയർ സേഫ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു തുടക്കമാകട്ടെ XCT എക്സാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും മുഴുവൻ ഡീറ്റെയിൽസും EXAMY ലേണിംഗിൻ്റെ സൈറ്റിൽ ലഭ്യമാണ്. അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന XCTയുടെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ EXAMY ലേണിംഗിൻ്റെ ഓഫീസുമായിട്ടും കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ എക്സാം നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്